മെറ്റാമോർഫോസിസ് ഇത് എഴുതിയത് ഫ്രാൻസ് കഫ്ക എന്ന് പറയുന്നത് ഒരു ജർമ്മൻ റൈറ്ററാണ്. അപ്പോൾ ഇയാൾ എന്താ പറയുക, അധികം കഥ എഴുതല്, അതായത് കഫ്കായ്സ്ക എന്ന് പറഞ്ഞിട്ടൊരു വേർഡുണ്ട്. ആ വേർഡിന്റെ മീനിങ് എന്ന് വെച്ചാൽ സെൻസ്ലെസ് എന്ന്. ഇയാൾ അധികം സ്റ്റോറി എഴുതല് ഇങ്ങനത്തെ സെൻസ്ലെസ് ആയിട്ടും അബ്സർഡിറ്റി അങ്ങനത്തെ കണ്ടന്റ് അല്ലാന്ന് എഴുതല്, അതായത് വേഗം ഒന്നും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഇയാൾ കഥ എഴുതല്. അതേപോലെ തന്നെ ഇയാൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ്റെ ഇമോഷനും ഹ്യൂമൻസിന്റെ ഒറ്റപ്പെടൽ, ഏലിയനേഷനും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇയാൾ അധികം ഫോക്കസ് ചെയ്യുന്നത് കഥയിൽ എഴുതുന്ന സമയത്ത്. ദ മെറ്റാമോർഫോസിസ് ഈ കഥ എന്ന് വെച്ചാൽ ഒരു ഗ്രിഗർ സംസാർ എന്ന് പറഞ്ഞ ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ്റെ ഒരു കഥയാണ്. അപ്പോൾ ഇയാൾക്ക് എന്ന് പറയുമ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാൻ, അതായത് ഇങ്ങനത്തെ ആ ജോലി എന്ന് പറയുന്നത് ഇഷ്ടേ അല്ല. അപ്പോൾ ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എന്തിനാണ് അയാൾ ചെയ്യുന്നത്? ഫാമിലിക്ക് വേണ്ടിയിട്ട്, ഫാമിലിക്ക് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റാണ് ഈ ഗ്രിഗർ സംസാർ ഈ ജോലിക്ക് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം എന്താണ് ഈ ഗ്രിഗർ സംസാർ രാവിലെ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് ഇയാൾക്ക് എന്തോ എണീക്കാൻ കഴിയുന്നില്ല. ഇയാളെ എത്ര തിരിഞ്ഞിട്ട് കഴിയുന്നില്ല. അപ്പോൾ ആദ്യം വിചാരിച്ചു ഇയാൾ സ്വപ്നം കാണണമെന്നാണ് വിചാരിച്ചത്, ഇങ്ങനെ എന്തെങ്കിലും സ്വപ്നം കാണല്ലേ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇയാളൊരു ഇൻസെക്റ്റായിട്ട് മാറി. എണീക്കുമ്പോൾ മനസ്സിലായത് ഇൻസെക്റ്റായിട്ട് മാറിയത്. ഇയാളൊരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ സംഭവിച്ചത്. അതും വെറും ഇൻസെക്റ്റ് അല്ല, മോൺസ്റ്ററസ് ഇൻസെക്റ്റ്, ഒരു വിചിത്രമായ ഒരു ഇൻസെക്റ്റായിട്ട് മാറി, ഒരു ബഗ്, വണ്ടേനെ പോലത്തെ. അങ്ങനെ ഫാമിലിയിൽ എല്ലാവരും റിയലൈസ് ചെയ്ത് എന്താണ് ഈ ഗ്രിഗർ സംസാർ മോൺസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയി. കാരണം ആ ഫാമിലിയിൽ ആകെ ഒരു ജോബും ഒരു ഇതില്ലത് ഈ ഗ്രിഗർ സംസക്ക് മാത്രം. അപ്പോൾ ഗ്രിഗർ സംസ ഇങ്ങനെ പോയ സമയത്ത് ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയി. ആദ്യം ഭയങ്കര ഫാമിലിയിൽ നോക്കിയെങ്കിലും പിന്നെ ഗ്രിഗർ സംസനൊരു വലിയ കാര്യമാക്കിയിട്ടില്ല. ആകെ നോക്കുന്നത് സിസ്റ്ററാണ്. ഗ്രാറ്റ എന്ന് പറഞ്ഞ സിസ്റ്റർ മാത്രമേ നോക്കൂ. അപ്പോൾ ഈ ഗ്രാറ്റ എന്ന് പറഞ്ഞ സിസ്റ്റർ എന്താ പറയുക, മിൽക്ക്, ബ്രെഡ് ഇങ്ങനത്തെ ഫുഡെല്ലാം കൊടുക്കും. അപ്പോൾ ഈ ഇൻസെക്റ്റായിട്ട് മാറിയ സമയത്ത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തി. അപ്പോൾ ഇവർക്ക് ഈ ഇങ്ങനത്തെ മോൺസ്റ്ററസ് ഇൻസെക്റ്റിന് അധികം ഇഷ്ടം ഇങ്ങനത്തെ ഇങ്ങനെ ചീത്ത ഭക്ഷണം, നമ്മൾ ചാടുന്നോണ്ട് ഭക്ഷണമാണ്, ആനിമൽസ് അല്ല, ഇൻസെക്ട്സ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണമാണ് ഇവർക്ക് ഇഷ്ടം. ഇയാൾ ഭയങ്കര ഐസൊലേറ്റഡ് ആയി, ഒറ്റപ്പെട്ട പോലെ ഫീൽ ആയി. പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ നടത്തി. അങ്ങനെ ഗ്രാറ്റ മാത്രമേ ഇയാൾ നോക്കുന്നുണ്ടായി. അങ്ങനെ കുറേ കഴിഞ്ഞ് ഇയാളെ ട്രാൻസ്ഫോർമേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇയാൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ഈ മദറാട്ടോ വീട് ഹൗസ് ക്ലീൻ, അങ്ങനെ വീടായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു പോർട്രേറ്റ്, ഒരു ഫ്രെയിമോട് എന്തോ പോർട്രേറ്റ് ആട്ടോ നിലത്ത് വീഴാൻ പോയി. ആ സമയത്തായിട്ട് എന്തോ അതിന്റെ മുമ്പിലാട്ടം വന്ന സമയത്ത് ഈ ഫാദർ, അത് ഇവന്റെ ഫാദർ വിചാരിച്ച്, ഗ്രിഗർ സംസന്റെ ഫാദർ വിചാരിച്ച് അമ്മേനെ ഉപദ്രവിക്കാൻ പോകുന്നെന്ന് വിചാരിച്ചിട്ട് ഗ്രിഗർ സംസന ഇങ്ങനെ ബോട്ടിനെ കൊണ്ടാട്ടോ അങ്ങനെ എന്തോ അതിന് ഒരു ഇഞ്ചുറി എത്തിപ്പിച്ച്, ഒരു ഉപദ്രവിച്ച്. അപ്പം അങ്ങനെ ഇഞ്ചുറി എത്തിപ്പിച്ച്. പിന്നെ പറയുന്നത്, പിന്നെ വേറൊരു കണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ഫാമിലിക്ക് മനസ്സിലായി ഇങ്ങനെ ശരിയായ ഫിനാൻഷ്യലി ആണെന്ന് മനസ്സിലായതുകൊണ്ട് എല്ലാവരും അതായത് എല്ലാവരും ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ഫൈൻഡ് ജോബ്. അതുപോലെ തന്നെ എല്ലാവരും അതാണ് ജോലിക്കെല്ലാം പോകാൻ തീരുമാനിച്ചപ്പോൾ ഈ ഗ്രിഗർ സംസനെ ആരും ഓർക്കുന്നുണ്ടായിട്ടില്ല. ഒരാളും, അത് ഇത്രയും കാലം അയാളെ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് ട്രാവലിംഗ് അതിൽ ഇഷ്ടപ്പെടാതെ ജോബുകൾ നടത്തിയിട്ട് ഇയാളെ ആരും ഓർമ്മിക്കുന്നുണ്ടായിട്ടില്ല. അവസാനം ഗ്രാറ്റ പോലും ഇയാളെ സിസ്റ്റർ ഗ്രാറ്റ പോലും ഇയാളെ നോക്കുന്നുണ്ടായിട്ടില്ല. ലാസ്റ്റ് എന്താണ്, പിന്നെ ഒരു ഇൻസിഡന്റ് കൂടി പറയുന്നുണ്ട്. എന്താണ്, ഇയാൾ ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാതുകൊണ്ട് ഇവരെ വീട് എന്താക്കി റെന്റിന് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ റെന്റിന് കൊടുക്കുന്ന സമയത്ത് ആ റെന്റുകാരെ എന്താണ് ഈ മോൺസ്റ്റേഴ്സിനെ കണ്ടോണ്ട്, ഈ ഇൻസെക്റ്റിനെ കണ്ടോണ്ട് എന്താണ് ഈ വീട് അൺക്ലീൻ ആണ്, വൃത്തിയില്ല, അതില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റെന്റ് ഇത്രയും കാലം നിന്ന് റെന്റ് പോലും കൊടുക്കാണ്ട് ഓരെന്താക്കി, അതായത് വീട്ടിൽ നിന്ന് പോയി. അതായത് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് അത് റെന്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോയി. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫാമിലിക്ക് ഭയങ്കര ദേഷ്യം തോന്നി ഗ്രിഗർ സംസനോട്. അങ്ങനെ ഗ്രിഗർ സംസന ഒരു നോക്കാൻ വിട്ട് ഒരു പാർട്ട് ടൈം ആയിട്ടൊരു വുമണ്ണ വെച്ച്. പക്ഷെ ഈ പെണ്ണുങ്ങൾ അങ്ങനെ പ്രത്യേകം ഇങ്ങനെ ഭയങ്കര നല്ല വൃത്തിക്ക് നോക്കുകയും ചെയ്യില്ല. അങ്ങനെ ഒരു ദിവസം ഗ്രിഗർ സംസ ഒരു ഇൻസെക്റ്റ് ആയിട്ട് തന്നെ ഒരു റൂമിൽ മരിച്ചതായിട്ടാണ് കണ്ടത്. അപ്പൊ ആ മരിച്ചത് അറിഞ്ഞിട്ട് പോലും ഫാമിലിക്ക് അങ്ങനെ വല്ല കരച്ചിലോ അറ്റാച്ച്മെന്റോ അങ്ങനെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് എന്താ പറയാ, ഗ്രാറ്റിന്റെ മംഗലം കഴിയുന്നെല്ലാം പറയുന്നുണ്ട്. പിന്നീട് ഗ്രാറ്റിന്റെ മംഗലം നല്ല വൃത്തിക്ക് തന്നെ കഴിയുന്നെല്ലാം ലാസ്റ്റ് സ്റ്റോറി പറയുന്നുണ്ട്. അപ്പൊ ഈ കഥ ഇങ്ങനെ ചുരുക്കി മനസ്സിലാക്കുക, വോയിസ് അധികമായിക്കൊണ്ട്. പിന്നെ അധികം കഴിഞ്ഞാണെന്ന് ചോദിച്ചത് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. ഒന്നാമത് ചോദിക്കൽ ഇപ്പോൾ ഗ്രിഗർ സംസനെ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ജോലി ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന ഫാമിലി പേഴ്സൺ ആണ്, അങ്ങനെ ഇങ്ങനെ എന്നിട്ട് കഥ കുറച്ചുകൂടി എഴുതി കൊടുക്കുക അങ്ങനെ. പിന്നെ ഗ്രാറ്റിനെ നോക്കുമ്പോൾ എല്ലാവരും ഫാമിലിന്റെ എല്ലാവരും നോക്കാൻ ഇല്ലായിട്ട് പോലും ആരാ നോക്കിയെന്ന് ഗ്രാറ്റിനെ, അല്ല ഗ്രിഗർ സംസനെ ആരാ നോക്കി ഗ്രാറ്റ. അപ്പൊ ഭയങ്കര ലവ്ലി സിസ്റ്ററാണ്. അറ്റ് എൻഡിൽ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ മറ്റേ അങ്ങനെ എഴുതി കൊടുക്കാം. പിന്നെ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അപ്പൊ ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒരു മോന് ഇത്രയും കാലം അങ്ങനെ ഇഷ്ടമില്ലാതെ ജോലി ചെയ്തിട്ടും ഇൻസെക്ടേഴ്സ് മോൺസ്റ്ററൈസ് മാറിയിട്ട് പോലും ഫാദറിന് തിരിഞ്ഞോക്കില്ല. ഒരു സിമ്പതിന്റെ പകരം, ഒരു അറ്റാച്ച്മെന്റ് എമ്പതിന്റെ പകരം ഫാദർ ഇഞ്ചുറി വരുത്താനോ നോക്കിയത്. അപ്പോൾ ഒരു ഗുഡ് ഫാദർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും പറഞ്ഞിട്ട് ഫാദറിന് എഴുതി കൊടുക്കാം. അപ്പൊ ഈ മൊത്തത്തിൽ ഇത്രയും കഥ പറയുന്നില്ല, അതായത് ഹ്യൂമന്റെ ഏലിയനേഷൻ. അപ്പൊ ഗ്രിഗർ സംസ എന്ന് പറയുന്നത്
ഇഷ്ടപ്പെടാതെ ജോലി ചെയ്ത് അത് ചെയ്ത് ഫാമിലിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ട് പോലും എന്താണ് അവസാനം ഗ്രിഗർ സംസയ്ക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഒരെണ്ണം ഉണ്ടായിട്ടില്ല. ആവശ്യത്തിന് മാത്രം ഇതുപോലെ അതേപോലെ തന്നെ ഒറ്റപ്പെടൽ, ഏലിയനേഷൻ, മനുഷ്യന്മാരുടെ ഏലിയനേഷനും കോൺഫ്ലിക്റ്റും അതെല്ലാമാണ് ഈ കഥയിൽ പറയുന്നത്. എന്താണ് നമ്മൾ ഒരിക്കലും ലാസ്റ്റ് ഇങ്ങനെ എസ് എ ക്വസ്റ്റ്യൻ വന്നാൽ ഒന്നും ഇല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് എഴുതി കൊടുക്കുക. നമ്മൾ ആദ്യം നമുക്ക് വേണ്ടി ജീവിച്ചിട്ട് മാത്രമേ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പാടുള്ളൂ. സെൽഫ് ലവ് ആണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ഗ്രിഗർ സംസാരം ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ഇഷ്ടപ്പെടാതെ ജോലി ചെയ്തിട്ട് സെൽഫിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവസാനം ഗ്രിഗർ സംസാരം ആരും ഉണ്ടായിട്ടില്ല. എല്ലാം മറ്റും അങ്ങനെ എഴുതി കൊടുക്കുക. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു നൊവെല്ലയാണ്. നൊവെല്ല എന്ന് പറയുമ്പോൾ ലോങ് നെറേറ്റീവ്, അത് വിച്ച് ലോങ്ങർ ദാൻ ഷോർട്ട് സ്റ്റോറി. ഷോർട്ട് സ്റ്റോറിനേക്കാളും വലുതായതാണ് നോവല്ല, അതായത് ലോങ് നെറേറ്റീവ്. ഇത് പറയുമ്പോൾ ഭയങ്കര ലെങ്ത് ആയിരിക്കും. ഇങ്ങനെ എപ്പിക്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. എല്ലോഗറി എന്നിട്ട് മറ്റുണ്ടാവും. എന്താ നമുക്കറിയാം. പിന്നെ വ്യൂസ് ഇൻ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. ഈ കഥ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇത്. സെൽഫ് ലവ് ആണോ അങ്ങനെ ഇത്. പക്ഷേ ഇത് നിങ്ങൾക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ആയിരിക്കും തോന്നുക. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ ഓരോരാൾക്ക് ഓരോ പെർസ്പെക്റ്റീവിലായിരിക്കും നമുക്ക് തോന്നുന്നത്. വ്യൂ സ്റ്റോറീസ് വ്യൂസ് ആസ് എ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് എന്നിട്ട് മറ്റു എഴുതി കൊടുത്താൽ മതി.